ഇപ്പൊ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞൊരു സ്റ്റോറി GR ഇന്ദുഗോപന്റെ എത്ര ആൾക്കാർ വായിച്ചിട്ടുണ്ട്, എത്ര ആൾക്കാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ കഥേനെ കുറിച്ച്. ഞാൻ പരിചയപ്പെട്ട മിക്ക ആൾക്കാരും ഈ സ്റ്റോറി വായിച്ചിട്ടുണ്ട്. ആൻഡ് അവർക്ക് ഒരു ഗംഭീര കഥയാട്ടോ ഇത്. വായിച്ചിട്ടുണ്ടോ ഇതിന്റെ? വായിക്കണം കേട്ടോ. ആക്ച്വലി അത് ഒറ്റരിപ്പിന് വായിക്കാൻ പറ്റും. പക്ഷെ വായിച്ചിട്ടില്ല ഞാൻ. ഇത് ഒറ്റരിപ്പിന് വായിക്കണം. ചെറിയൊരു പുസ്തകം, ചെറിയ സ്റ്റോറിയാണ്. ആൻഡ് അടിപൊളി സ്റ്റോറിയാണ്, ഗംഭീരമായിട്ടുള്ള റൈറ്റിംഗ് ആണ്. ബട്ട് വളരെ സിമ്പിൾ ലാംഗ്വേജിലുമാണ്. വളരെ സിമ്പിൾ, കുറച്ച് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഇക്വേഷനും കുറച്ച് കാര്യങ്ങളും. അപ്പോൾ ഇത്ര ആൾക്കാർ വായിച്ചൊരു സ്റ്റോറി അവരുടെ മനസ്സിൽ, ഇപ്പം എൻ്റെ കഥാപാത്രത്തിന്റെ പേര് ചൈതന്യം, അവരുടെ മനസ്സിലൊരു ചൈതന്യമൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ഈ ശബ്ദവും രൂപമൊക്കെ കൊടുത്തിട്ട് ഇതായിരിക്കോ എന്നൊക്കെ ഒരു തോട്ടൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ട്. ബട്ട് എനിക്ക് ബെസ്റ്റായിട്ട് അതിന് എന്താ ചെയ്യാൻ പറ്റുക? ഇന്ദുഗോപൻ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് മാക്സിമം സംസാരിക്കാം. കാരണം ഇന്ദുഗോപൻ ചേട്ടനല്ലേ ഈ കഥയ്ക്കും ഈ കഥാപാത്രങ്ങൾക്കൊക്കെ ജന്മം കൊടുത്തത്. ഹീസ് ദ മദർ ഓഫ് ദിസ് സ്റ്റോറി ആൻഡ് ദ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറേ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. ഇത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ച ചൈതന്യം? ഇതാണോ നിങ്ങൾ മനസ്സിൽ കണ്ട ചൈതന്യം? അയാളൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പം കാരണം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുത്ത ആള് സാറ്റിസ്ഫൈഡ് ആണോ, നമ്മൾ 100% കൊടുക്കണം. മോർ ദാൻ 100%. സത്യം, മോർ ദാൻ 100%. എന്തൊക്കെയാ വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്തു? വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു കുറച്ച് കിലോസ് ഗെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് കാരണം ആ കഥാപാത്രത്തിന്റെ ആ ഒരു ഫിസിക്ക് ആവശ്യപ്പെടുന്ന ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ ഒരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ കൊച്ചിയിലൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പിന് ഫസ്റ്റ് ഡേ ഞാൻ പ്രിയംവദ എന്ന എൻ്റെ കോസ്റ്റ്യൂമിലൊക്കെയാണ് പോയത്. പിന്നെ അവരെന്നെ പറഞ്ഞു, അസോസിയേറ്റ് എന്നോട് പറഞ്ഞു, പ്രിയംവദ ഒരു കാര്യം ചെയ്യൂ, ചൈതന്യത്തിന്റെ ഒരു കോസ്റ്റ്യൂം തരാം, നാളെ തൊട്ട് ചൈതന്യത്തിന്റെ സാരിയൊക്കെ ഇട്ട് വരൂ. അപ്പോൾ കുറച്ചും കൂടി ഫ്രീ ആവും, കുറച്ചും കൂടി ആ ഒരു ബാരിയർ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പിൽ ഒരു ക്യാരക്ടർ കോസ്റ്റ്യൂം ഇട്ട് പോണത്. അത് രസമല്ലേ? കാരണം ബാക്കി എല്ലാവരും നോർമൽ കോസ്റ്റ്യൂം, ഞാൻ മാത്രം വേറൊരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് രസമായിരുന്നു അത്. പിന്നെ അത്യാവശ്യം നല്ലോണം റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മറയൂരേക്കൊക്കെ പോണതിന് മുന്നേ ഇവിടെ വിനോദ് ഗംഗ അസോസിയേറ്റ് ആണ്, അസോസിയേറ്റ് ഡയറക്ടർ, ആൻഡ് കിരൺ റാഫേലും അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആണ്. വിത്ത് ജയൻ ചേട്ടൻ നമ്മുടെ ഡയറക്ടർ. ഇവർ അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നും എൻ്റെ കൂടെ ഇരുന്ന് റിഹേഴ്സ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ചൈതന്യമായിട്ട് എൻ്റെ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ വിനോദേട്ടനാണ് ഡബിൾ മോഹനനായിട്ട് പെർഫോം ചെയ്യുന്നത്. വിനോദേട്ടൻ അടിപൊളി ഒരു ആക്ടറും കൂടിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് മറയൂർ പോണത് ഈ പടത്തിന്റെ ഷൂട്ടിന്റെ മുമ്പാണ്. അതിന് മുമ്പേ മറയൂർ പോയിട്ടില്ല ഇതുവരെ. മൂന്നാർ വരെ പോയിട്ടുള്ളൂ. എന്റെ വീട്ടിൽ മറയൂർ ശർക്കര എന്ന് എഴുതിയ പാക്കറ്റുകളൊക്കെ ഉണ്ട്. അതിൽ ഇതുവരെ പോയിട്ടില്ല. രസമാണ്. മൂന്നാർ വരെ പോയിട്ടുണ്ട്, ഇടുക്കി വരെ പോയിട്ടുണ്ട്. പക്ഷെ മറയൂർ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ബ്യൂട്ടിഫുൾ. മറയൂര്, കാന്തല്ലൂര്, എന്ത് രസമുള്ള സ്ഥലം. അപ്പൊ അവിടെ പടം ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു 9-10 days മുമ്പാണ് പോയത്. അവിടെയും ഒരു ചെറിയ ക്യാമ്പ് ഉണ്ടായിരുന്നു മറയൂര് വെച്ചിട്ട്, ഒരു 2-3 days ക്യാമ്പ് ഐ തിങ്ക്. പിന്നെ അവിടെ ഇനി എന്താ ചെയ്യാൻ പറ്റുക? മറയൂരെത്തി, ഇനി ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ വണ്ടർഫുൾ ടീമായിരുന്നു കേട്ടോ. ഈ ഡയറക്ഷൻ ടീമും എല്ലാവരും, എല്ലാ ആക്ടേഴ്സിനും ഇങ്ങനത്തെ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അവർ ഒരുക്കി തന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു, ഒരു സൗകര്യമായിരുന്നു. അവിടെ ഒരു ടൈലറിങ് ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു തുന്നൽ കട, തുമ്പീസ് എന്ന് പറഞ്ഞൊരു തുന്നൽ കട ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലേഡീസ് ടൈലറിങ് ഷോപ്പ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എത്ര അധികം ലേഡീസ് വന്നു പോകുന്നൊരു സ്പേസ് ആയിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, ചൈതന്യ ഒരു കാര്യം ചെയ്യ്, എന്നും രാവിലെ റെഡി ആയിട്ട് അവിടെ പോയിക്കോ, അവിടെ ഇരുന്നോ, അവരിൽ ഒരാളായിക്കോ. ഇപ്പൊ തുന്നാൻ അറിയില്ലെങ്കിൽ തുന്നണ്ട, അവിടെ റിസപ്ഷനിൽ ഇരിക്കുക. അപ്പൊ ഞാൻ എന്നും പോവും, രാവിലെ റെഡിയായി പോവും, ജോലിക്ക് പോണ പോലെ അവിടെ പോവും, അവിടെ ഇരിക്കും. ആൻഡ് കുറച്ച് അത് തന്നെ ആ സമയത്തൊക്കെ ഞാൻ വിചാരിക്കും, ഇപ്പം എന്നിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന് ശരിക്കും ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അത് കുറച്ചുകൂടി അഡാപ്റ്റ് ചെയ്തെടുക്കാം. അത് മാത്രമല്ല, ഓരോ ടെറൈനിലെ ആൾക്കാർ നടക്കുന്ന രീതികളും ഡിഫറെന്റ് ആയിരിക്കും. അതെ, അത് കുറച്ചും കൂടി ഒരു ഹൈ റേഞ്ച് ഉള്ള ഒരു ടെറൈനാണ്. കാര്യങ്ങൾ തണുപ്പ്. അപ്പോൾ കുറെയൊക്കെ ഷൂട്ടിന് കുറച്ച് ദിവസം മുന്നേ പോയി അവിടെ നിന്ന് തുടങ്ങിയത് കൊണ്ട് ഷൂട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ അറിയാണ്ട് അഡാപ്റ്റ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ടാവും. നടപ്പിലൊക്കെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി വേർഡ്സിൽ പറയാൻ അറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ തൃശ്ശൂരുകാരിയാണ്.
തൃശ്ശൂരിന്റെ ടെറൈനേ അല്ല മറയൂർ ടെറൈൻ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവില്ലേ? അപ്പോൾ അത് നമ്മൾ അറിയാണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ. ബോഡി ലാംഗ്വേജസിൽ വ്യത്യാസം, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ലേഡീനെയൊക്കെ ഇതുപോലെ ഇതിന് ഇച്ചിരി ചൈതന്യം ഇല്ലില്ല. കാരണം ചൈതന്യത്തിനെ ഞാൻ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടിയിട്ട് എനിക്ക് മാക്സിമം ബെസ്റ്റ് ചെയ്യാൻ പറ്റുക ഇന്ദുഗോപൻ ചേട്ടനോട് സംസാരിക്കാതാണ്. അതെ. ഇപ്പൊ രാജുവേട്ടനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മള് എപ്പോഴും കാണുന്ന ആ ഒരു ലുക്കേ അല്ല, ശരിക്കും ആ ഒരു നാട്ടിലുള്ള ശരിക്കും ഡബിൾ മോഹനൻ. അതെ, അവിടെ ഉള്ള ഒരാളായിട്ട് മാറി. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് ചെയ്തു ആ ഒരു എപ്പോഴും നമുക്ക് രാജുവേട്ടനെയൊക്കെ മേക്കപ്പ് ഇല്ലാണ്ട് കണ്ടാലും മറ്റേ ഒരു ഗ്ലാമർ, ഒരു പോഷ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇതിനകത്ത് പറയുമ്പോഴത്തേക്ക് ആ ഒരു ക്യാരക്ടറിനോട്ട് അത്രയും നിന്നു. നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷനുള്ള സോങ് സീക്വൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിലുള്ള ആ 2 പേരാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ നമുക്ക് പ്രിയമതേനെയും കാണാൻ പറ്റുന്നില്ല, പൃഥ്വിരാജിനെയും കാണാൻ പറ്റുന്നില്ല. അത് ആക്ച്വലി കേട്ടതിൽ നല്ല സന്തോഷം. കാരണം നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹം നമ്മളെ കാണരുത്, കഥാപാത്രത്തെ തന്നെ കാണണം എന്നാണല്ലോ. അപ്പൊ അത് പറയുമ്പോ ആക്ച്വലി ഹാപ്പി. ശരിക്കും പറഞ്ഞാല് ഇപ്പം പ്രിയമത ഈ ഒരു ക്യാരക്ടർ അഡാപ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു. രാജുവേട്ടൻ എങ്ങനെയായിരുന്നു ഈ ഒരു റോളിലോട്ട് മാറിയത്? ആസ് എ വ്യൂവർ അത് കണ്ടപ്പോ എങ്ങനെയാ ഫീൽ ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ രാജുവേട്ടൻ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. തീർച്ചയായിട്ടും അത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, അത്രയും ഇയേഴ്സ് ഓഫ് ബ്രില്യൻസ് ഉണ്ട്. ഈ സ്റ്റോറീസ് മൂവി ആവുന്നത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. അത് മാത്രല്ല ആള് സ്വന്തം ഒരു ബ്രില്യൻ ഫിലിം മേക്കറും കൂടിയാണ്. അപ്പോൾ രാജുവേട്ടൻ്റെ പ്രോസസ്സ് എന്താണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് രാജുവേട്ടനെ നേരിട്ട് കാണുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ്. അപ്പം അന്ന് ഞാൻ കാണുന്നത് പൃഥ്വിരാജ് സുകുമാരനായിട്ടാണ്, ഒരു സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് സുകുമാരൻ. നമ്മളെല്ലാവരും സ്നേഹത്തോടെ രാജുവേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ. പക്ഷെ അടുത്ത ദിവസം ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ രാജുവേട്ടനെ പിന്നെ കാണുന്നത് ഈ മോഹനൻ്റെ കോസ്റ്റ്യൂം, മുണ്ട്, ആ ട്രൗസർ, ഈ ഷർട്ട്, അതിൻ്റെ അകത്തൊരു ബനിയൻ, ഇതായിട്ടാണ് ഞാൻ രാജുവേട്ടനെ സെറ്റിൽ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ഡബിൾ മോഹനായിട്ടാണ് കണ്ടത്. അപ്പൊ അത് ഭയങ്കര രസമാണ് കേട്ടോ, രസമുള്ളൊരു പരിപാടിയാണ്. ഇത് ഫുൾ എങ്ങനെയാ ഇപ്പൊ പറയാ, ഒരു ഫുൾ ത്രില്ലർ ജോണറിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ത്രില്ലറല്ല, നമ്മൾ ഈ അയ്യപ്പനും കോശിയിലൊക്കെ കണ്ടപ്പോ നമുക്കൊരു സംഭവം ഉണ്ട്. അത് എന്തായാലും ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ എന്തായാലും അഡ്രിനാലിൻ റഷ് ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് സ്റ്റോറിയിലാണെങ്കിലും അത് മേക്കിങ്ങിലാണെങ്കിലും ആ ഫ്രെയിംസും അത് നമ്മൾ ശരിക്കും നമുക്കൊരു അഡ്രിനാലിൻ റഷ് എന്തായാലും ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതെ, തിയേറ്റർ മസ്റ്റ് വാച്ച് അല്ലേ? തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. ഷമിച്ചേട്ടൻ്റെ ഒക്കെ ആണെങ്കിലും, ഷമിച്ചേട്ടനാണോ ഇത് അല്ലേ? ഷമിച്ചേട്ടൻ ചെയ്ത കഥാപാത്രം ഭാസ്കരൻ മാഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഇപ്പൊ വിലായത്ത് ബുദ്ധയുടെ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് പേജ് കവർ എന്ന് പറയുമ്പോൾ വിലായത്ത് ബുദ്ധ മരം, ഒരു കട്ടിലുണ്ട്, അതിൽ ഭാസ്കരൻ മാഷും ഉണ്ട്. ഭാസ്കരൻ മാഷിന്റെ കഥയാണ് വിലായത്ത് ബുദ്ധ. എനിക്ക് പേഴ്സണലി ഷമി ചേട്ടൻ ഇങ്ങനെ ഭാസ്കരൻ മാഷായിട്ട് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് വേറെ ആരും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഭാസ്കരൻ മാഷ് തന്നെ. ആ ശബ്ദമാണെങ്കിലും ആ എല്ലാം എന്താ, ഒരു ലെജൻഡറി ആക്ടറും ആണല്ലോ. ലെജൻഡറി ആക്ടറിന്റെ മോനാണ്, സ്വന്തം ഒരു ലെജൻഡറി ആക്ടറാണ്, ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഷമിചേട്ടൻ പെർഫോം ചെയ്യണത് കാണുന്നത് തന്നെ ഒരു പെർഫോം ചെയ്യുന്നത് പോട്ടെ, ഷമിചേട്ടൻ വെറുതെ ഡബ് ചെയ്യുന്നത് തന്നെ കേൾക്കാൻ രസമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും അടിപൊളിയാണ്.